ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കറിയാം. 2016 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമമുണ്ട്. സാർ, അതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ മറ്റ് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ ചുരുങ്ങിയത് 25% വർധനവ് ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. സാർ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് ഭിന്നശേഷിക്കാർക്ക് നമ്മൾ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ മറ്റ് സാമൂഹിക പെൻഷനേക്കാൾ അധികമായിട്ടുള്ള പ്രത്യേക പരിഗണന നൽകി ഭിന്നശേഷിക്കാർക്ക് നൽകിയിരുന്നു. പക്ഷേ സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ മറ്റു വിഭാഗങ്ങൾക്ക് നൽകുന്ന അതേ പെൻഷൻ തന്നെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നത്. അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് സാർ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ പ്രതിവർഷ വരുമാനമുള്ള സാഹചര്യത്തിൽ കുടുംബത്തിൽ വരുമാനം പോലും ഇല്ലാത്ത ഭിന്നശേഷിക്കാരന് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയാണ്. സാർ, ഈ കുടുംബത്തിന്റെ വരുമാനം നോക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് വ്യക്തിഗത വരുമാനം കൂടി, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ വ്യക്തിഗത വരുമാനം കൂടി നോക്കട്ടെ. ആ തരത്തിൽ അവർക്ക് ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും ദയവ് ചെയ്ത് ഈ സർക്കാർ ഇവിടെ പാവങ്ങളോടൊപ്പമാണ്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളോടൊപ്പമാണ്, ഇടതുപക്ഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ അധികമായിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് സാർ.